ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നൊരു 2.1 ഫുൾ സിസ്റ്റമാണ്. ഫസ്റ്റ് നമുക്ക് ആംപ്ലിഫയർ പരിചയപ്പെടാം. ആംപ്ലിഫയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് G-Star Audiosൻ്റെ 2.1 റിമോട്ട് കിറ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ 10 ബാൻഡ് ഇക്വലൈസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റിമോട്ട് കിറ്റിൽ HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിയൽ, USB, ബ്ലൂടൂത്ത്, FM എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ റിമോട്ട് കിറ്റ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻസൈഡ് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ളൊരു ടൊറോയിഡ് ട്രാൻസ്ഫോറും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 40040 16 ആംബിയർ, 45045 10 ആംബിയറുമാണ് മെയിൻ ടാപ്പുകൾ. ഇതിൽ നമ്മളൊരു സോഫ്റ്റ് സ്റ്റാർട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി ഈ ആംപ്ലിഫയറിന് വേണ്ടി ഉപയോഗിക്കുന്ന സബിൻ്റെ ബോർഡ് ഒരു 8 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ്. MK എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു 8 ട്രാൻസിസ്റ്റർ മോണോ ബോർഡാണ്. പിന്നെ ചാനലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കുമാർ ഓഡിയോസിൻ്റെ KA2611 6 ട്രാൻസിസ്റ്റർ മോണോ തണ്ടർ ബോർഡാണ്. രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ പവർ സപ്ലൈ കുറിച്ച് പറയുകയാണെങ്കിൽ 45045 നമ്മൾ 15000 UF 100 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചാനൽ ബോർഡ്, കുമാർ ഓഡിയോസ് KA2611 തണ്ടർ ബോർഡ്. ഒരു 325 വാട്ട്സ് RMS ഔട്ട്പുട്ട് വരെ ലഭിക്കുന്ന ഒരു ബോർഡാണ് നമ്മൾ ഒരു ചാനലിന് വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്നത്. ഹെവി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഓരോ ചാനലും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. സബിനൊരു 450 വാട്ട്സും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ആമ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഓട്ടോമാറ്റിക് കൂളിംഗ് സർക്യൂട്ട് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആംപ്ലിഫയറിൻ്റെ ബാക്ക് പാനലാണ്. 2 കൂളിംഗ് ഫാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക്. പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് എല്ലാം ബനാന സോക്കറ്റാണ്. ഇതാണ് എൻ്റെ റിമോട്ട് കിറ്റിൻ്റെ ബാക്ക് സൈഡ്. HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിയൽ, ഓക്സ് ഇൻപുട്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടവർ സ്പീക്കറാണ്. ഇതിൽ നമ്മൾ ട്യൂട്ടർ, മിഡ് റേഞ്ച്, 2 വൂഫർ ഇതേ രീതിയിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. ഡ്യൂഗി സൗണ്ടിൻ്റെ 8 ഇഞ്ചിൻ്റെ 2 വൂഫർ. ഡ്യൂഗി സൗണ്ടിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു യെല്ലോ കളറിലെ മിഡ് റേഞ്ച് സ്പീക്കർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മിഡ് സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള മിഡ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു മിഡ് റേഞ്ച് സ്പീക്കറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നല്ല കറക്റ്റായിട്ട് മിഡ് റേഞ്ച് സൗണ്ടുകൾ നമുക്ക് അതിവിടെ വരുന്നുണ്ട്. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രോസ് ഓവർ. ഒരു ഹെവി ആയിട്ടുള്ള ക്രോസ് ഓവറാണ്. ഒരു 200-250 വാട്ട്സ് വരെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള ക്രോസ് ഓവറാണ്. ഡൂഗി സൗണ്ടിൻ്റെ തന്നെ ക്രോസ് ഓവറാണ്. ഇപ്പോൾ അവരുടെ സൈറ്റിൽ ഈ ക്രോസ് ഓവറുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 വൂഫർ, 8 ഇഞ്ചിൻ്റെ 4 ohmsൻ്റെ 2 വൂഫറാണ്. അത് സീരീസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, 8 ohms. പിന്നെ അടുത്ത് വരുന്ന ഈ മിഡ് റേഞ്ച് സ്പീക്കർ യെല്ലോ കളറിലെ അത് 8 ohms ആണ്. ഈ മിഡ് റേഞ്ച് സ്പീക്കറിനെ കുറിച്ച് പറയാൻ ഏറ്റവും നല്ലൊരു മിഡ് റേഞ്ച് സ്പീക്കറാണ്. മിഡ് റേഞ്ച് സൗണ്ടുകൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മിഡ് റേഞ്ച് സ്പീക്കറാണ്. നമുക്കത് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചത് സിൽക്ക് ഡോം ട്യൂട്ടറുമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ നല്ല പെർഫോമൻസ് ആണ്. എല്ലാ ഫ്രീക്വൻസിയും നല്ല കറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബേസൊക്കെ നല്ല കറക്റ്റുള്ള പഞ്ചിലുള്ള ബേസ് നമുക്ക് ഈ ഒരു ടവർ സ്പീക്കറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സബ് വൂഫറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 2 സ്പീക്കർ മാത്രമേ, ഈ 2 ടവർ സ്പീക്കർ മാത്രമേ യൂസ് ചെയ്താൽ നല്ല ബേസ്, മിഡ്, ട്രബിൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ് വൂഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പയനിയറിൻ്റെ ചാമ്പ്യൻ സീരീസിൽ വരുന്ന TSW1212S4 സബ് വൂഫറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു 400-500 വാട്ട്സ് RMS വരുന്നൊരു സബ് വൂഫറാണ്. 1700 വാട്ട്സ് പീക്ക്.
നമ്മളൊരു എൽ പോർട്ട് വെൻ്റ് വരുന്നൊരു സബ് വൂഫർ എൻക്ലോഷറിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് മെറ്റൽ ഗ്രില്ലാണ് വരുന്നത്. ഈ എല്ലാ ബോക്സുകളും നമ്മൾ മൈക്കയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അത് കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് ചെയ്തതാണ് മൈക്ക ഒട്ടിച്ചിരിക്കുന്നത്. മൈക്ക ഒട്ടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദീർഘകാല ഈട് നിൽക്കുന്ന രീതിയിലാണ് ഈ ബോക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഫ്രണ്ടിൽ ക്ലോത്ത് ഗ്രില്ല് വരുന്നു. ടവർ സ്പീക്കറിൻ്റെ രണ്ടിനും ക്ലോത്ത് ഗ്രില്ലാണ് വരുന്നത്. സബ് വൂഫറിന് മെറ്റൽ ഗ്രില്ല്. ഈ ഡോഗി സൗണ്ടിൻ്റെ സ്പീക്കറിൽ യൂസ് ചെയ്തിരിക്കുന്ന, അതായത് ടവർ സ്പീക്കറിൽ യൂസ് ചെയ്തിരിക്കുന്ന എയർ പോർട്ട്, എയറോ പോർട്ട്, ക്രോസ് ഓവർ എല്ലാ ഐറ്റംസും ഡോഗി സൗണ്ടിൻ്റെ തന്നെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് സ്പീക്കറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ബോക്സുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു 300+300 ചാനൽ 450 വാട്ട്സ് സബ് ഔട്ടുമാണ് നമ്മൾ ഈ ആംപ്ലിഫയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ആംപ്ലിഫയറുകൾ, ബോക്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റിംഗ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് ഞാൻ വീഡിയോകൾ അയച്ചു തരാവുന്നതാണ്.